ഏരൂർ നെട്ടയം SNDP ശാഖയിൽ ചതയ ദിനത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച് ശാഖാ സംരക്ഷണ സമിതി. 2015 മുതൽ 2024 വരെയുള്ള 9 വർഷക്കാലം 474 നമ്പർ SNDP ശാഖയുടെയും അനുബന്ധ ക്ഷേത്രം പ്രീ പ്രൈമറി സ്കൂൾ എന്നിവയുടെയും ഭരണം നടത്തിവന്നിരുന്ന മുൻ ഭരണസമിതിക്കെതിരെയാണ് ശാഖാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏരൂർ നെട്ടയത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ശാഖാ സംരക്ഷണ സമിതി സെക്രട്ടറി ദേവന്റെ അധ്യക്ഷതയിൽ നെട്ടയം സുജി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഈ SNDP ശാഖയെ നയിച്ചിരുന്നവരുടെ 9 വർഷക്കാലത്തെ വരവ് ചെലവ് കണക്കുകൾ കിട്ടാനില്ല എന്നാണ്. ആ വരവ് ചെലവ് കണക്കുകളെ പറ്റി പറയുമ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇവരെങ്കിലും ഇവിടെ അവർ ഉന്നയിക്കുന്നത്, ഞങ്ങൾ കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആരെ? യൂണിയനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പുനലൂർ SNDP താലൂക്ക് യൂണിയനെ ഞങ്ങൾ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. പുനലൂർ SNDP യൂണിയനെ ബോധ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവർ ആലോചിക്കേണ്ടുന്നത്, നെട്ടയത്തെ ശ്രീനാരായണീയരിൽ നിന്ന്, നെട്ടയത്തെ നിവാസികളിൽ നിന്ന്, അല്ലെങ്കിൽ നെട്ടയത്തെ താമസക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയുടെ കണക്ക് യൂണിയനെ ബോധിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ തെരഞ്ഞെടുത്ത 11 അംഗ ഭരണസമിതി ഈ കണക്ക് അംഗീകരിക്കണം. 9 വർഷമാകുമ്പോൾ വർഷാവർഷം കമ്മിറ്റി പൊതുയോഗം വിളിച്ചുകൂട്ടി പൊതുജനങ്ങളെ കണക്ക് അവതരിപ്പിക്കണം. ഒരു വർഷത്തെ കണക്ക്. ആ ഒരു വർഷത്തെ കണക്ക് അവതരിപ്പിച്ചാൽ പിറ്റേ വർഷം വീണ്ടും അടുത്ത വർഷത്തെ കണക്ക് അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ച് പൊതുയോഗത്തിൽ ആ കണക്കിന് അംഗീകാരം നേടണം. അങ്ങനെ നേടിയിട്ടില്ല. മാത്രവുമല്ല, അവർ യൂണിയനിൽ സമർപ്പിച്ച ഒരു കണക്ക് 5 ഭരണസമിതി അംഗങ്ങൾ മാത്രം ഒപ്പിട്ട ഒരു കണക്കാണ്. അവിടെ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പരിശോധിക്കുക. 11 പേരുള്ളതിൽ 5 പേർ മാത്രമാണ് ഭരണസമിതി അംഗങ്ങളായി കണക്കിൽ ഒപ്പിട്ടത്. അതും ഈ കണക്ക് ഭരണസമിതി അംഗങ്ങളെ വിളിച്ചുകൂട്ടി ആ ഭരണസമിതി അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു കണക്കല്ല. മറിച്ച് അവർക്ക് താല്പര്യമുള്ള ചിലരെ വിളിച്ച് രഹസ്യമായി ഒപ്പിടിയിച്ച് യൂണിയനിൽ കൊണ്ടുപോയി ആഡിറ്റ് ചെയ്യുവാൻ കൊടുത്തു. അങ്ങനെ ആഡിറ്റ് ചെയ്ത് കിട്ടി. ആഡിറ്റ് ചെയ്ത് കിട്ടിയതിന്റെ കാരണം യൂണിയനും ഈ പറയപ്പെടുന്ന ഭരണസമിതിയും തമ്മിലുള്ള ഒരു ചില അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് കിട്ടിയതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അതിയായ സംശയമുണ്ട്. കാരണം ഒരു പൊതുയോഗം നടക്കുമ്പോൾ സാധാരണ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാം അറിയാം, പലരും പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന കണക്ക്, അത് ഏത് ഭരണസമിതിയോ ആകട്ടെ, പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന കണക്ക് വായിച്ചു കേൾപ്പിക്കുക മാത്രമല്ല, അവിടെ വായിച്ചു കേൾപ്പിക്കുന്ന കണക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് ആ പൊതുയോഗത്തിൽ ഇരിക്കുന്ന മുഴുവൻ പേർക്കും വിതരണം ചെയ്യുന്ന സമ്പ്രദായം നെട്ടയം SNDP ശാഖയിൽ നിന്നല്ല മുഴുവൻ ശാഖയിലും നിലനിൽപ്പുണ്ട്. പക്ഷെ ഇവിടെ അതിന് വിപരീതമായി കഴിഞ്ഞ 9 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. അത് 3 വർഷത്തെ എങ്ങാണ്ടേ അവതരിപ്പിച്ചുള്ളൂ. അതിന് മുമ്പത്തെ വേറെ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് പോയിക്കോട്ടെ. എന്തായാലും അവതരിപ്പിച്ച കണക്കിന്റെ ഫോട്ടോ കോപ്പി ഇവിടെ ഒരു പൊതുയോഗത്തിൽ വന്ന ഒരു ജനങ്ങൾക്കും കൊടുക്കുവാൻ അവർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വോട്ടർ പട്ടികയിൽ ആർച്ചലും നെടിയറയും കുരുവിക്കോണത്തും വെട്ടിക്കോട്ടും അഗസ്ത്യക്കോടും ഒക്കെ ഉള്ള ആളുകൾ പരമാവധി ഇടം പിടിച്ചപ്പോൾ നെട്ടയം ശാഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10ഓ 120ഓ പേര് മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ 120 പേര് ആരൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനും ചില താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ആ 120 പേരെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ബാക്കി 50% പേർ ആ പട്ടികയിൽ ഉൾപ്പെട്ട 50% പേർ മരിച്ചുപോയവരാണ്. ഈ ആക്ഷേപം ഞങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മറ്റുള്ള ശാഖകളിൽ നിന്നുള്ളവർ വോട്ട് ചെയ്യാൻ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന്. എന്നാൽ പിന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചാൽ പോരെ? കേരളത്തിലുള്ളവരെ കൊണ്ടുവന്നതിന് അതേ രീതിയിലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഒത്തുകളി വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഒത്തുകളി അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യും. കോടതി അലക്ഷ്യ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതി കയറേണ്ടി വരും എന്നീ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന കൃത്രിമങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന വീഴ്ചകൾ പരിഹരിച്ച് ഈ ശാഖയിലെ ശാഖാ നമ്പരടിച്ച വീടുകളിലെ 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ പേർക്കും വോട്ടവകാശം നൽകണം എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂണിയന് കത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒപ്പുശേഖരണം നടത്തി വരികയാണ്. 2020 നടന്ന ഉത്സവത്തിൽ 59,000 രൂപ മീതി ഉണ്ടായിരുന്നുവെന്നും ഈ തുക യൂണിയന് നൽകിയ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും മുൻ ഭരണസമിതിയിലെ അംഗമായ അഭിലാഷ് പറയുന്നു. 59,000 രൂപ ബാലൻസ് ചോദിച്ചവൻ പറഞ്ഞ് ബാവ സാറും സുല്ലണ്ണൂടെ തങ്ങളിൽ തർക്കമായി. സുല്ലണ്ണൻ കോണത്ത് പോയി സെൽവന്റെ കയ്യിൽ നിന്ന് 10,000 വാങ്ങിച്ചു. ബാക്കി പൈസ അമ്പലം പണിക്കാർക്ക് കൊടുത്തു. അങ്ങനെയുള്ള പല തർക്കങ്ങൾ വന്നു. പക്ഷേ ഈ 59,000 രൂപ ഇവ അടിച്ചിറക്കിയ കണക്ക് അവതരിപ്പിച്ച ബുക്കിനകത്ത് ഈ 59,000 രൂപ ഇല്ല. അതൊന്നാമത്തെ വിഷയം. 2,
ഗേറ്റിന്റെ കാര്യം ഞാൻ ചോദിച്ചു. മാമ ഈ 4 ഗേറ്റ് അതിൽ ഒരെണ്ണം ഏതാണ്ട് 12,500 രൂപ മറ്റോ ആണ് ഒരു ഗേറ്റിന്റെ മാത്രം റേറ്റ്. ഞാൻ ലാലിന്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ ചോദിച്ചിട്ട് ലാലെ എത്ര രൂപ, കാരണം അത് കുറച്ച് തുകകളെ ആയിട്ടുള്ളൂ, അത് 3 ഗേറ്റേ ഞാൻ പണിതിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു വാസാറെ ഈ ഒരു ഗേറ്റിന്റെ അത് വാസാറ് കാണിച്ചു തന്നത് സ്കൂളിന്റെ സ്റ്റേജിനോട് ചേർന്നുള്ള ഒരു ഗേറ്റ്. ഞാൻ പറയും സാറേ ഞാനിവിടെ ഉൾപ്പെട്ട PTA ഭരണസമിതി പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ ഫലമായിട്ട് ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ടുണ്ടാക്കിയ ഗേറ്റ് അതെങ്ങനെ അമ്പലത്തിന്റെ കണക്കിനകത്ത് വരുന്നത്? സാറിന് ഇതിനെപ്പറ്റി വിവരിക്കാൻ സാറിന് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഈ 2014 മറ്റോ ആണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള ഈ പോറ്റി നട്ടത്തേക്ക് വരുന്നത്. അതിനുശേഷം ഈ കണക്കുകൾ മൊത്തം കൈകാര്യം ചെയ്തിട്ടുള്ള ഈ പോറ്റിയാണ്. വാവസാറിന് അവിടെ യാതൊരു റോളുകളും ഉണ്ടായിട്ടില്ല. ഇവൻ എഴുതി തയ്യാറാക്കി വെക്കുന്ന കണക്കുകൾ വന്ന് അവതരിപ്പിക്കാൻ മാത്രമാണ് ഈ ശാഖാ സെക്രട്ടറി ആയിട്ട് വാവസാർ ഇരുന്നിട്ടുള്ള ഈ നിമിഷം വരെയും. യൂണിയനിൽ ഓഡിറ്റിന് പോയ കണക്കിനകത്ത് ഈ 59,000 ഈ മറ്റുള്ള കണക്ക് ഈ നമ്മൾ കണ്ടുപിടിച്ച കണക്കുകളൊന്നും പോയിട്ടില്ല. 22-ൽ ഉത്സവം നടത്തി 2,17,000 രൂപ മീതി ഉണ്ടായിരുന്നു. അതുവരെയുള്ള കണക്കിനകത്തെങ്കിലും ഈ പോറ്റിക്ക് യാതൊരു വിധമായ കുടിശ്ശികയും വന്നിട്ടില്ല. ഒരു കുടിശ്ശികയും വന്നിട്ടില്ല. എല്ലാ മാസവും പോറ്റിയുടെ ശമ്പളവും കഴകത്തിന്റെ ശമ്പളവും ഈ കൊറോണ സമയത്ത് പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയത് നമുക്ക് ഈ കല്യാണങ്ങൾ മുടങ്ങാതെ ഇവിടെ മിക്ക ദിവസങ്ങളിലും കല്യാണം ഉണ്ടായിരുന്നു. ഈ വേറെ ഉള്ളിടത്തും വെച്ച് കല്യാണ ഓഡിറ്റോറിയങ്ങളിലോ മറ്റും കല്യാണം നടക്കാത്തത് കാരണം കല്യാണങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നായിരുന്നു നടന്നത്. അതുകൊണ്ട് അത്യാവശ്യം വരുമാനം തമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഈ പോറ്റിക്കോ കഴകത്തിനോ യാതൊരു വിധമായ ബാധ്യതകളോ അവിടെ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി അവതരിപ്പിച്ചേക്കുന്നത് 1,77,000 രൂപയോ മറ്റേ കൊണ്ട് പോറ്റി കൊടുക്കണമെന്ന് പറയാം. ആ പൈസ വരേണ്ട യാതൊരു കാര്യവുമില്ല. അതായത് 2,17,000 രൂപ 2022 ഉത്സവം നടത്തി ഇവിടെ മീതി വന്നതാണ്. ആ പൈസയുടെ കണക്ക് പോലും അത് എങ്ങനെ ചെലവായി. ഒരു ബാത്റൂം പണിതെന്ന് നമുക്കറിയാം, അതിന് 2,17,000 രൂപ ആവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ യഥാർത്ഥത്തിൽ പ്രതികരിച്ചു തുടങ്ങിയത് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ള ഭഗവാന് നേർച്ചയായി കൊടുത്തിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ക്ഷേത്രത്തിന്റെ തന്ത്രി വിളിച്ചു പറയുന്ന അവസരത്തിലാണ് നമ്മളിത് ആദ്യമായിട്ട് പ്രതികരിച്ചോ ഇല്ല. നമ്മൾ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റിനെ വിളിച്ച് നമ്മൾ വളരെ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. നിരവധി ആരോപണങ്ങളാണ് മുൻ ഭരണസമിതിക്കെതിരെ ശാഖാ സംരക്ഷണ സമിതി ഉന്നയിച്ചത്. വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന സംഘത്തെ ജനം തിരിച്ചറിയണം. ശാഖാപരിധിയിൽ 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ പേർക്കും വോട്ടവകാശം വേണം. 2015 മുതൽ 2024 വരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ വിജിലൻസ് പരിശോധിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ശാഖാ സംരക്ഷണ സമിതി ഉന്നയിച്ചത്. ജില്ലാ വിഷൻ, കൊല്ലം.